ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ പരിശീലകനാണ് മിക്കേൽ സ്റ്റാറെ. എന്നാൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഡ്യൂറൻഡ് കപ്പിൽ അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തി. ISLലും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 10 ISL മത്സരങ്ങളാണ് അദ്ദേഹത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. 3 വിജയങ്ങൾ, 1 സമനില, 6 തോൽവി എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ വന്നിരുന്നത്. പിന്നീട് ഡിസംബർ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. അതിനുശേഷം ഇതുവരെ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ ഒരു ദൗത്യം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നോർവീജിയൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ സ്റ്റാബൈക്ക് ഫുട്ബോൾ ഇപ്പോൾ ഈ ഒരു പരിശീലകനെ തങ്ങളുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാലൻഡിന്റെ നാട്ടിലാണ് മിക്കേൽ സ്റ്റാറെ വർക്ക് ചെയ്യുക. അവിടുത്തെ ഫസ്റ്റ് ഡിവിഷനിലാണ് ഈ ഒരു പരിശീലകനെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് അറിയുന്ന ഒരു വിവരം. ഏതായാലും കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു സ്റ്റാറേക്ക് തന്റെ സ്ഥാനം നഷ്ടമായത്. പിന്നീട് തോമസ് തോർസും TG പുരുഷോത്തമനും ചേർന്നുകൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് നയിച്ചത്. അവർക്കും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റലയെ പുതിയ പരിശീലകനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.